കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്. ഞാൻ ആരെ പേടിക്കണം? സങ്കീർത്തനങ്ങൾ 27 അധ്യായം 1 ജീവിതം എനിക്ക് മുൻപിലെറിയുന്ന ചോദ്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഉത്തരം കിട്ടാതെ ഞാൻ അലയുമ്പോൾ, എൻ്റെ പദ്ധതികൾ പരാജയപ്പെടുകയാണെന്ന തോന്നലെന്ന അലട്ടുമ്പോൾ, നാഥാ, നിൻ വചനത്താൽ എന്നെ ധൈര്യപ്പെടുത്തണമേ. നീ അറിയാതെയും അനുവദിക്കാതെയും എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ലെന്ന ഉത്തമ ബോധ്യം എനിക്ക് നൽകണമേ. ഈശോയെ, ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായി ജീവിതത്തിലെ ഓരോ ദിനവും ക്രമപ്പെടുത്തുമ്പോൾ എൻ്റെ പ്രയത്നങ്ങളെ അങ്ങയിൽ ഭരമേൽപ്പിക്കാൻ ഞാൻ മറന്നുപോകുന്നു. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ പരാജയത്തിൻ്റെ കയ്പുനീർ കലരുമ്പോൾ അറിയാതെയെങ്കിലും ആദ്യം കുറ്റപ്പെടുത്തുന്നതും നിന്നെയാണല്ലോ. ഈശോയെ, ജീവിതത്തിലെ ഏറ്റവും കുഞ്ഞു കാര്യം പോലും ചെയ്യുന്നതിന് മുൻപേ ഈശോയോട് പറയണമെന്ന് എപ്പോഴും പരാജയങ്ങളെന്നെ തേടി വന്നത്. ഈശോയെ, നിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നിയമാവർത്തനം 31 അധ്യായം 8 ഇപ്രകാരം പറയുന്നു: കർത്താവാണ് നിന്റെ മുൻപേ പോകുന്നത്. അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല. ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിൽ അടിയുറച്ച് ഞാൻ വിശ്വസിക്കുന്നു. ഈശോയെ, നിരാശയും ഭയവും എന്നെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ അങ്ങേ വിശ്വാസത്തിൻ്റെ വചനം എനിക്ക് കരുത്ത് പകരണമേ. ആഗ്രഹങ്ങളും പ്രതീക്ഷകളും അങ്ങേക്ക് അറിയാമല്ലോ നാഥാ. നാളേറെയായി ഞങ്ങൾ കാത്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ നൽകുവാൻ അങ്ങ് കൃപയാകണമേ. എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥകളെയും വ്യക്തിബന്ധങ്ങളെയും അങ്ങേ കരങ്ങളിൽ തരുന്നു. ഈശോയെ, ഞാനായിരിക്കുന്ന അവസ്ഥയിൽ എന്നെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ പദ്ധതികളെല്ലാം അവിടുത്തെ തിരുഹിത പ്രകാരം നിറവേറുവാൻ അനുഗ്രഹിക്കണമേ. വേദനിക്കുന്നവരെയും ആശ്രയമില്ലാതെ അലയുന്നവരെയും അവിടുത്തെ കരുണയിൽ ചേർത്ത് നിർത്തണമേ. ഇന്നേ ദിനം ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത് പാപിയായ എൻ്റെ പ്രാർത്ഥനയും സ്വീകരിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥവും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.